ശരി വിനേഷ്, ആദ്യം തന്നെ ഒരു ഭാഗത്ത് വിവാദം തുടരുമ്പോൾ എന്തെങ്കിലും ആശ്വാസത്തിന്റെ സൂചന ലഭിക്കുന്നുണ്ടോ? മാലിന്യം കത്തി, അണയ്ക്കാൻ വൈകി, അതിന് പിന്നാലെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ സ്ഥലം മാറ്റി, പുതിയ കളക്ടർ വന്നു, ഒരുപാട് പ്രഖ്യാപനങ്ങൾ, ആരോപണങ്ങൾ, പൊട്ടിത്തെറികൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിനേഷ്? പ്രദീപ്, ഏതാണ്ട് 90% മാലിന്യം കത്തൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണ വിധേയത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ബ്രഹ്മപുരത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും തീ കെടുന്ന അല്ലെങ്കിൽ കനലുകൾ ഏതാണ്ട് ഊതിക്കെടുത്തുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തും. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ് ഏതാണ്ട് 24 മണിക്കൂറും ആ ചവറുകൂനയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അഗ്നിശമന സേനയ്ക്ക് പുറമെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവർ അവിടെ ഊർജ്ജസ്വലമായി തന്നെ ജോലി ചെയ്യുന്നു. വലിയ ഹിറ്റാച്ചുകൾ, ഏതാണ്ട് 50-നടുത്തുള്ള ഹിറ്റാച്ചുകൾ ആ ചവറുകൂനയിൽ ഇളക്കി മാന്തി ഏതാണ്ട് 5-6 മീറ്റർ അടിയിലേക്ക് താഴ്ത്തി ചവറുകൂനകൾ എടുത്ത് മറുവശത്തേക്ക് തട്ടുകയും ഒരു വശത്ത് നിന്ന് വെള്ളം ശക്തമായി പമ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തുടരുന്നത്. ഏതാണ്ട് മലകളുടെ അവസാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാവുകയും ഒപ്പം ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടിയൊക്കെ തന്നെ ഈ നഗരത്തിലേക്കൊക്കെ എത്തുന്ന പുകയുടെ അളവിൽ വലിയൊരു കുറവ് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് അന്തരീക്ഷത്തിൽ നമ്മളൊക്കെ ഈ നഗരത്തിൽ നിൽക്കുമ്പോൾ സാധാരണത്തിൽ കവിഞ്ഞ ഒരു പ്രസന്നതയുണ്ട്. കാരണം ഈ പുകയുടെ അംശം ഈ മേഖലയിലൊക്കെ, അതായത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്ക് ഈ തീ എത്തുന്നത് ഏതാണ്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഏതാണ്ട് പുക ഒന്ന് അടങ്ങുന്ന മട്ടുണ്ട്. പക്ഷേ ഈ പുകയേറ്റ് ആശുപത്രിയിലൊക്കെ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നാണ് നമുക്ക് കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 799 പേരെയാണ് ഇന്നലെ രാത്രി വരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കിടപ്പ് രോഗികളുടെ എണ്ണത്തിൽ വലിയ ഒരു വർധനവുണ്ടാവുന്നില്ല എന്നത് നേരിയ ആശ്വാസമാണ്. കാരണം ഇപ്പോഴും 20 പേരെ മാത്രമാണ് കിടത്തി ചികിത്സ അനിവാര്യമായി വന്നത്. ഇതിൽ ഏതാണ്ട് 90% ആളുകളെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയാൻ തക്കവണ്ണം 3 പേർ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായിരുന്നത്. അവരും ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് അവിടെ കഴിയേണ്ടി വന്നത് എന്നാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പറയുന്നത്. എന്തായാലും ചൊവ്വാഴ്ച മുതൽ ആരോഗ്യ സർവേ ആരംഭിക്കുന്നുണ്ട്. വിശദമായി വീടുകളിൽ പോയി ആർക്കൊക്കെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ട്, ഈ പുകയടിച്ചത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ ആർക്കൊക്കെ ഉണ്ട് എന്നതടക്കം അന്വേഷിക്കാൻ, ഒപ്പം ഈ പൾമണറി ഫംഗ്ഷൻ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ക്ലിനിക്കുകൾ ഈ പുകബാധിത പ്രദേശങ്ങളിലൊട്ടാകെ പര്യടനം നടത്തും. ഒപ്പം ഈ നഗര ആരോഗ്യ കേന്ദ്രങ്ങളിൽ ശ്വാസ് ക്ലിനിക്കുകൾ നടത്തി അവിടെയും ഈ പരിശോധനകൾ നടത്തും. എന്നിങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളുമായി ഈ ചൊവ്വാഴ്ച മുതൽ ആരോഗ്യവകുപ്പ് ഇറങ്ങുന്നു. അതിന് കുടുംബശ്രീ പ്രവർത്തകർക്കും ആശാ വർക്കർമാർക്കുമൊക്കെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കുമൊക്കെയുള്ള പരിശീലനം നൽകുന്ന ഇടവേളകളാണ് ഈ ഇന്നും നാളെയുമൊക്കെ ഉള്ളത്. എന്തായാലും എല്ലാ സർക്കാർ വകുപ്പുകളും വൈകിയാണെങ്കിലും ഉണർന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. കാരണം ഈ പുക അടിച്ചതിൻ്റെ 9ാം പൊക്കമാണ് ഉന്നത ഉദ്യോഗസ്ഥ സംഘം അങ്ങോട്ട് പോകുന്നത്. 10ാം പൊക്കമാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാർ നേരിട്ട് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ചവറുകൂനയ്ക്കുള്ളിൽ കളക്ടർ കയറുന്നത് 10ാം പൊക്കമാണ്. ഇങ്ങനെ ഒരുപാട് താമസം ഇക്കാര്യത്തിൽ ഉണ്ടായി. സാംസ്കാരിക ലോകത്തു നിന്നും സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമൊക്കെ എതിർപ്പുകളായി ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. അങ്ങനെ സമൂഹത്തിന് വിവിധ കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമായതുകൂടി ഈ കാര്യങ്ങൾ ഏതാണ്ടൊരു നിയന്ത്രണ വിധേയമാകുന്നു എന്ന് പറയാം. എങ്കിലും ഇപ്പോഴും ഈ ബ്രഹ്മപുരത്തിന് ചേർന്ന ഇടങ്ങളിലെ പുക പൂർണ്ണമായി ശമിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ ഈ പുകയിൽ നിന്നും കൊച്ചിക്കാർക്കൊരു മോചനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം.